ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നെഗറ്റീവ് ചിന്തയുള്ള ആളുകളും പോസിറ്റീവ് ചിന്തയുള്ള ആളുകളും. ഇവരൊരു രോഗിയെ കാണാൻ പോയാൽ ആ വീട്ടിൽ സംഭവിക്കുന്നത് നമുക്ക് കണ്ടു. ആദ്യം തന്നെ നെഗറ്റീവ് ചിന്തയുള്ള ആളുകൾ. ലീലാമേ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ, കാര്യം പറയട്ടെ. അപ്പൊ ഇപ്പൊ എന്റെ മുട്ടിലുണ്ടല്ലോ വേദനയൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ആഴ്ച ഓഫീസിൽ പോകാമെന്ന് തോന്നുന്നു. ചേട്ടാ വിഷമിക്കട്ടെ, പോകാൻ പറ്റും. എല്ലാം കൂടെ ഇപ്പൊ എന്താ കുഴപ്പം? ശരി, ഈ ഒരു ചായ എടുക്കുന്നത് ഇതാ, കുറച്ച് ചൂടായിട്ട് കുടിക്കും. നീ നോക്കി ആരെങ്കിലും വന്നു പോയി നോക്കിയതാണ്. ചേട്ടന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് സുഖമില്ലെന്ന് പറയുന്നത് കാണാൻ വന്നതാണ്. എന്റെ കുട്ടിന് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഇതൊക്കെയായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല. നീര് കുറഞ്ഞെന്നാ? നല്ല നീരുണ്ടല്ലോ ഇത്. അല്ല ഞാൻ നോക്കിയ ഇത് കണ്ണിലുണ്ട് കേട്ടോ നീര്. ഏത് ഡോക്ടറെയാണ് കാണിക്കുന്നത്? ഞാൻ നമ്മുടെ ഡോക്ടർ മുഹമ്മദിനെയാണ് കാണിക്കുന്നത്. പോടാ, അയാളേതൊരു കാണിക്കും. ഇടത്താനും എന്റെ കാലേ നീര്, കണ്ണിൽ നീര്. അല്ല കിട്ടിയ ഒരാഴ്ച മുതൽ ഡോക്ടറെ കാണാൻ പോകും, വേറെ ഒരു ഡോക്ടറെ കാണാൻ പോകും. ശരിയല്ല, ഞങ്ങൾക്ക് വേറൊരു സന്ദർഭം. ശരിയല്ല, പോട്ടെ. ഞാൻ ഡോക്ടറെ കാണുകണ്ട, അടിച്ചു പോട്ടെ കുഞ്ഞുള്ളൂ. ശരിയല്ല, നീ വന്നേ നോക്കി. കാലിന് നീരുണ്ടോ? ഇപ്പൊ പറഞ്ഞു കണ്ണിന് നീ എന്റെ കിഡ്നിയാണ് അടിച്ചു പോവോ? ഞാൻ ഓഫീസിൽ പോകുന്നത് എങ്ങനെയാണ്? അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ. നമുക്ക് വേറെ ഒരു ഡോക്ടർമാരെ കാണിച്ചാലോ? എന്റെ ദൈവമേ, കുറച്ച് മുമ്പ് ഈ മനുഷ്യനൊരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ളതൊക്കെ വരാതിരിക്കുന്നതൊന്ന് നല്ലത്. മനുഷ്യന്റെ സമാധാനം കെട്ടാനായിട്ട്. അടുത്തായിട്ട് പോസിറ്റീവ് ചിന്തയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഓഫീസിൽ പോകാൻ പറ്റുന്നു.